ശരീരത്തിൽ പൊട്ടാഷ്യം കൂട്ടുന്നതുണ്ട്. പറയുന്നത് മനസ്സിലാവുണ്ടോ? അപ്പോൾ പൊട്ടാഷ്യക്കുറവ് കൊണ്ടാണ് ശരീരത്തിൽ പ്രഷർ കൂടുന്നതെങ്കിൽ അതിന് പ്രഷർ കുറക്കാനുള്ള മരുന്ന് കൊടുത്താണ് പിന്നെ അസുഖം കുറച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണം കൊടുത്താണ്ട് അയാളെ ഷുഗർ നിയന്ത്രിക്കൽ ഷുഗറല്ല പ്രഷർ നിയന്ത്രിക്കലാണ്. അവിടെയാണ് യുനാനിയുടെ വൈദ്യശാസ്ത്രവും മറ്റു വൈദ്യശാസ്ത്രവും തമ്മിൽ തർക്കം വരുന്നത്. കാരണം മറ്റു വൈദ്യശാസ്ത്രത്തിന്റെ അളവിൽ ഈക്വലൈസേഷനാണ്. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് സമയം പരിമിതമാണ്, നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ നീട്ടിക്കൊണ്ട് പോകും, അത്രേ ഉള്ളൂ. കാരണം വിഷയങ്ങൾ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ മറ്റൊന്നിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഒരു മീസാൻ, ഒരു തുലാസ് നിങ്ങൾക്കറിയാം. ഈ തുലാസിന്റെ മധ്യത്തിലുള്ള സൂചിന്റെ ലെവൽ അനുസരിച്ചാണ് നമ്മൾ അതിന്റെ തൂക്കം കണക്കാക്കൽ. ഈ തുലാസ് രണ്ടും കാലിയാക്കി വെച്ചാൽ സൂചി ലെവലിൽ നിൽക്കും. അത് പ്രത്യേകിച്ച് പിന്നെ ടെക്നോളജി ഒന്നും വേണ്ട, രണ്ടും കാര്യമാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കും. നേരെ മറിച്ച് ഒന്നിൽ 1 കിലോന്റെ കല്ലെടുത്ത് വെച്ചാൽ ആ 1 കിലോന്റെ കല്ല് താന്നു നിൽക്കും, ഒന്നും ഇല്ലാത്തത് പൊങ്ങി നിൽക്കും. അപ്പൊ സൂചി ഇങ്ങനെ ഇരിക്കും. ഇനി ഈ സൂചി ലെവലാക്കാൻ 2 മാർഗമുണ്ട്. തുലാസിന്റെ സൂചി സെൻട്രലിലേക്ക് കൊണ്ടുവരാൻ 2 മാർഗം. ഒന്നുകിൽ ഈ വെച്ച ഒരു കല്ലെടുത്ത് പുറത്തേക്ക് ഇടുക, അപ്പൊ സൂചി ലെവലിൽ വരും. അതിന് പറ്റുന്നില്ലെങ്കിൽ ഇതുപോലത്തെ 1 കിലോന്റെ കട്ടിങ് പുറത്ത് വെച്ചു കൊടുക്കുക, അപ്പോഴും സൂചി ലെവലിൽ വരും. പക്ഷെ ഇതിൽ ഏതാണ് ആരോഗ്യകരമായത് എന്ന് മെഡിക്കൽ സയൻസ് വെച്ച് ചോദിച്ചാൽ കുറച്ച് പ്രയാസപ്പെട്ടാലും ആദ്യത്തെ ആ കല്ലാണ്ട് എടുത്തു കളയലാണ് ഏറ്റവും നല്ലത്. അതാണ് അതിന്റെ ശരിയായ വഴി, സൂചി ലെവലായി നിൽക്കാൻ. മറിച്ച് ഈക്വലൈസേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് സംഗതി ശരിയാവും. പക്ഷെ എന്താണ്, ഈ 2 കല്ലും അവിടെ ഉണ്ടാവും. ഈ 2 കല്ലും തുലാസിന് പോകില്ല, തുലാസ് കാര്യമാവില്ല. അവിടെയാണ് നമ്മുടെ അലോപ്പതി വൈദ്യശാസ്ത്രവും യുനാനി വൈദ്യശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. അവർ ഈക്വലൈസേഷൻ ചെയ്യും. അവിടെ ഇപ്പം അങ്ങനെ അത് കുറവുണ്ടെന്ന് ഒരു കാര്യം എവിടെ നിന്ന് വെച്ചു കൊടുത്താൽ ശരിയായി കൂടുമല്ലോ, പെട്ടെന്ന് ഓരോ പരിപാടി പെട്ടെന്ന് കഴിയും. നമ്മളത് ഈ ഒരു കല്ലിപ്പതിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ടുണ്ടല്ലോ, ഇതൊന്നും എടുത്ത് കളയാൻ എന്താ മാർഗം? അതിന്റെ മാർഗം ചിന്തിച്ച് നമ്മൾ അതിനുള്ള വഴികൾ ചേടി അത് ദ്രവിപ്പിച്ച് അത് ഇല്ലാതാക്കിയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ മാസങ്ങളൊക്കെ എടുക്കും. പക്ഷെ എന്നാലും അത് ശരിയായി വന്നാലോ സൂചി ശരിയാവും, അതോടുകൂടി എല്ലാ പ്രശ്നത്തിനും രക്ഷപ്പെടുകയും ചെയ്യും. മറ്റത് ഈ 2 കാലം ചുമന്നുകൊണ്ട് ഇതിനെ നടക്കേണ്ടി വരും, സംഗതി പെട്ടെന്ന് ശരിയാവും. അപ്പൊ ഇങ്ങനെ ഈ അവസ്ഥയിൽ പൊട്ടാഷ്യം നമ്മളുടെ പ്രഷറിനെ നിയന്ത്രിക്കുന്നത് നല്ലൊരു ഘടകമാണ്. അതുകൊണ്ട് ഈത്തപ്പഴം പൊട്ടാഷ്യം കൂടുതലുള്ള പഴമാണ്. പ്രഷറിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഈത്തപ്പഴം കഴിക്കാമെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ പ്രഷറിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ പൊട്ടാഷ്യത്തിന്റെ ഇതൊക്കെ ശാസ്ത്രീയമായി നമ്മൾ ഇവിടെ എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും വിശദീകരിക്കുന്നില്ല. ഇതിന്റെയൊക്കെ ശാസ്ത്രീയമായ തെളിവുകൾ സഹിതമാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് പല സ്ഥലത്തും നടന്ന പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ മറ്റുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പം നമ്മൾ വിശദീകരിക്കാൻ നിന്നാൽ അവൻ്റെ ബുക്ക് വായനയായി പോകും. നമ്മൾ പിന്നെ വിഷയം അതല്ലല്ലോ, നമുക്ക് ഈ വിഷയം സമർത്ഥിക്കാനുള്ള ആവശ്യം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടാഷ്യം ഈ കാര്യത്തിൽ നമുക്ക് വളരെയധികം സഹായകമാണ്. ഗൾഫിലെ പ്രഷർ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്ന ഒരു 5 or 6 ഈ പഴം നിത്യം കഴിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഷറിൻ്റെ കടവറതിയിൽ നിന്ന് കുറെ സ്വയം രക്ഷപ്പെടുത്താനും കഴിയും. അതോടൊപ്പം നല്ലൊരു ഭക്ഷണമാണ്. പിന്നെ കിട്ടുന്നത് കാൽസ്യമാണ്. കാൽസ്യം ഞാൻ നേരത്തെ പറഞ്ഞു, കോലകളെ പോലെയുള്ളത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും, ശരീരത്തിന്റെ കാൽസ്യത്തിന്റെ തോത് നശിപ്പിക്കും. അതേ സ്ഥാനത്ത് ഈത്തപ്പഴം നിങ്ങൾക്ക് ശരീരത്തിന് കാൽസ്യം തരും. ഈത്തപ്പഴം നിങ്ങൾക്ക് ശരീരത്തിന് കാൽസ്യം തരും. അപ്പൊ കാൽസ്യം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഈത്തപ്പഴം, മറ്റത് നശിപ്പിക്കുന്ന വസ്തുവാണ്. ഇതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ കോലയുടെ കാര്യം പറഞ്ഞൊരു കാര്യം കൂടെ പൂർത്തിയാക്കട്ടെ. ഈ ഭക്ഷണത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ ഒരു ഫാസ്റ്റ് ഫുഡ് സിസ്റ്റം തന്നെ അതാണ്. അതായത് നിങ്ങളൊരു ബ്രോസ്റ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു കോല ഫ്രീ, അങ്ങനെ പലയിടത്തും കോല ഫ്രീ ആണ് ബ്രോസ്റ്റിന്റെ കൂടെ. ഈ കോല ഫ്രീ തരുന്നത് എന്തിനാണ്? അത് ചിലപ്പോൾ ഈ കോല കമ്പനിക്കാർ തന്നെ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കോല കമ്പനിക്കാർ പകുതി വിലക്ക് കൊടുക്കാം. നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ, പകുതി വില ആക്കാൻ നമ്മളുണ്ട്. എന്തിനത് ചെയ്യുന്നു വെച്ചാൽ ഈ കോല മനുഷ്യ ശരീരത്തിന് അഡിക്ഷൻ ഉണ്ടാക്കും. ബീഡി സിഗരറ്റും മാതിരി തന്നെയാണ്, കള്ളുമൊക്കെ മാതിരി തന്നെയാണ്. അപ്പൊ ഒരു മാസം ഒരാൾക്ക് ഭക്ഷണത്തിന്റെ കൂടെ കോല ഫ്രീ കൊടുത്താൽ
അയാൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ കോല കുടിച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ മരണം വരെ ഓൻ കാശ് കൊടുത്ത് കുടിച്ചോളും. അപ്പൊ പിന്നെ ഈ ഒരു മാസത്തെ വെറുതെ കൊടുത്തത് പോലെ നഷ്ടം കമ്പനിക്ക് നഷ്ടം വരില്ല, അഡിക്ഷൻ ഉണ്ടാക്കും. പിന്നെ കോല കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതൊന്ന്. രണ്ടാമത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ കോല ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഒരു അപകടം കൂടി ഞാൻ കൂടെ പറയട്ടെ. ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ കോല ഉപയോഗിച്ചാൽ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിലേക്ക് സ്വാംശീകരിച്ചെടുക്കുന്ന ഇരുമ്പിന്റെ അംശം ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിലേക്ക് സ്വാംശീകരിക്കുന്നത് തടയപ്പെടും. അപ്പൊ നിങ്ങൾ കോഴി വയറ് നിറച്ച് കഴിച്ചു കോലയും കഴിച്ചാൽ നിങ്ങൾ തിന്നത് നിങ്ങളത് അടിമ പിടിക്കൂല എന്ന് മാത്രമല്ല, സ്ഥിരമായിട്ട് കോല കൂട്ടി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ശരീരം ഇരുമ്പിന്റെ അംശം സ്വാംശീകരിക്കാതെ അനീമിയ രോഗത്തിന്, രക്തക്കമ്മി രോഗത്തിന് അടിമപ്പെടും. ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഈ കോള എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ശേഷം കഴിക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് കഴിക്കാം. ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കരുത്. അപ്പൊ അങ്ങനെ കാൽസ്യം, പല്ലിനും എല്ലിനും പവർ തരുന്ന കാൽസ്യം നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൽ കുറെ അമിനോ അമ്ലങ്ങളുണ്ട്. കുറെ അമ്ലങ്ങൾ ഇതിലുണ്ട്. അതും ശരീരത്തിന് പലതരത്തിലുള്ള ഗുണം ചെയ്യുന്നവയാണ്. പിന്നെ ഈത്തപ്പഴത്തെക്കുറിച്ച് യൂനാനി വൈദ്യശാസ്ത്രം പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, ഈത്തപ്പഴത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈത്തപ്പഴം യൂനാനി വീക്ഷണത്തിൽ ഹാർ യാബിസ് ആണ്. അതായത് ഗരം കുഷ്ക് എന്ന് പറയും. ചൂടായ വസ്തുവാണ്. അതുകൊണ്ട് ചൂട് കാലത്ത് അത് ഉപയോഗിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല. തണുപ്പ് കാലത്ത് ഈത്തപ്പഴം കൂടുതലായിട്ട് ഉപയോഗിക്കാം. ചൂട് കാലത്ത് 2 തരത്തിൽ ഉപയോഗിക്കാം. ചൂട് കാലത്ത് ഒന്നുകിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എള്ളിൽ ഉരുട്ടിയിട്ട് ഈത്തപ്പഴം വെച്ചിട്ട്, അതുപോലെ അകത്ത് കുരു കളഞ്ഞിട്ട് പകരം ബദാം വെച്ചിട്ടൊക്കെ കാണും. ഇതൊക്കെ യുനാനി സിസ്റ്റാണ്. എള്ളും ബദാമും ഒക്കെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഷ്ണകാലത്ത് ശരീരത്തിന് കൂടുതൽ ഉഷ്ണം ഉണ്ടാവില്ല. കാരണം എള്ള് തണുപ്പാണ്, ബദാം തണുപ്പാണ്. അപ്പൊ ഈ ഈത്തപ്പഴത്തിന്റെ ചൂട് കുറക്കാല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അവന്റെ കുരു കളഞ്ഞിങ്ങാണ്ട് ആളെ പറ്റിക്കുന്നു അല്ല ഇപ്പൊ ഈ ബദാമിനുള്ളിൽ വെക്കുന്നതിന്റെ ഉദ്ദേശം. ബദാം ഉള്ളിൽ വെച്ച് വെക്കുക. അതുപോലെ ഈ എള്ളിൽ കുഴക്കുന്നതൊക്കെ ഇതിന്റെ ചൂട് കുറക്കാൻ ചൂട് കാലത്ത് ഉപയോഗിക്കുമ്പോൾ അത് നല്ലതാണ്. അല്ലെങ്കിൽ തേങ്ങ പറ്റും, പച്ചത്തേങ്ങ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് സദ്യക്ക് പച്ചത്തേങ്ങ വെച്ചിട്ടല്ലേ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചീരണി, ഞാൻ തന്നെ എഴുതിയ ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു വരിയും കൂടി കൂടി നിങ്ങൾക്ക് തരാം. കാരക്ക കേരക്ക ശീരണി വെച്ചൊരു മാപ്പിള സൽക്കാരം പോലെ കാണിക്കയാണെന്നും മാപ്പിള പാട്ടിന്റെ ചേലുള്ളി ശൽപ്പാരം. മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഞാൻ എതിര് വരികയാണ്. പക്ഷെ അതിൽ കാരക്കയും കേരക്കയും ആണ് സമം വെച്ചിട്ടുള്ളത്. കേരക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം തേങ്ങ. കാരക്കയും കേരക്കയും ചേർന്നാൽ അത് വല്ലാത്ത സ്വാദുള്ള ഒരു ശീരണിയാണ്. ഈ ശീരണി എന്ന് പറഞ്ഞ പദം ഉറുദുവാണ്, പാഴ്സിയാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ അങ്ങനെയൊക്കെ ഒന്നുണ്ട്. ശീരണി എന്ന് പറഞ്ഞാൽ മലബാറുകാർ എന്തോ ഒരു ഭാഷ അല്ല, അത് ശരിയായ പാർസി ഭാഷയാണ്. നമ്മൾ അന്താരാഷ്ട്ര ഭാഷയൊക്കെ പലപ്പോഴും സംസാരിക്കാറുണ്ട്. മലബാറിലുള്ള മാപ്പിളമാര് അന്താരാഷ്ട്ര ഭാഷ സംസാരിക്കാറുണ്ട്. മാപ്പിളപ്പാട്ട് തന്നെ അന്താരാഷ്ട്രമാണ് അല്ലേ? പേർഷ്യയിലൂടെ അറബിയയിലൂടെ ഒക്കെ കടന്നു വന്ന മാപ്പിള ട്യൂണുകളാണ് മാപ്പിളപ്പാട്ട്. നമുക്കിപ്പോ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചാ വിഷയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാടിത്തരാം. അൽഹംദുലിമൻ അസ്സ വമൻ ജല്ല ജലാല ലാ യസ്ലൗ ഇല്ലാ ലിതആലി തആല യഹ്സാൻ മേരെ ദിൽ കതിമാരാ ഹേ ദോസ്തോ. അതിന്റെ ട്യൂണ് 100 കൊല്ലം മുമ്പ് അറബി കവിതയിൽ എഴുതിയ പാട്ടാണ് ഇന്ത്യയിൽ 50 കൊല്ലം മുമ്പ് വന്ന്. നമ്മളെ ട്യൂണും കെട്ടിടത്തേക്കാണ്. മനസ്സിലായില്ലേ? 100 കൊല്ലം മുമ്പ് മൊയ്തീൻ ഷേഖിനെ കുറിച്ച് എഴുതിയതാണിത്. അൽഹംദുലില്ലാഹി അസ്സ വമൻ എന്ന് പറഞ്ഞിട്ട് അത് ഇതിൽ വന്നു. അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഏതായാലും പറഞ്ഞത് ഇത് ഈത്തപ്പഴം തേങ്ങ ഉപയോഗിച്ച് കഴിച്ചാൽ ചൂട് കുറക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഈത്തപ്പഴം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിൽ കിട്ടാനുണ്ട്. പിത്താശയ സ്റ്റോണ്, കിഡ്നി ശുദ്ധീകരണം, ഇതിനൊക്കെ ഈത്തപ്പഴം പറ്റും. ഒരു ഡോക്ടർ
കിഡ്നി എടുക്കുന്ന രോഗിക്ക് അതിൻ്റെ 2 മണിക്കൂർ മുമ്പ് ഈത്തപ്പഴം കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എഴുതി വെച്ചത്. എന്തിനറിയോ? കിഡ്നി ശുദ്ധീകരിക്കാൻ. ഒരു രോഗിയിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് കിഡ്നി എടുക്കുമ്പോൾ അതിന് മുമ്പ് അയാൾക്ക് ഈത്തപ്പഴം കൊടുക്കുക. എന്നാൽ അയാളുടെ കിഡ്നി എടുക്കുന്ന കിഡ്നി ശുദ്ധിയായി കിട്ടും. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ്, കിഡ്നിയിലുണ്ടാകുന്ന കല്ല്, ഈ കല്ല് രോഗത്തിൻ്റെ വകുപ്പിലും ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് കിഡ്നി രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കിഡ്നിയിൽ കല്ല് ഉറഞ്ഞു കൂടുന്നത് ഒഴിവാക്കാൻ കഴിയും ഈത്തപ്പഴം. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് എന്ത് ഞാൻ അതൊക്കെ വിശദീകരിച്ച് വരുമ്പോൾ അങ്ങനെ മണിക്കൂറുകൾ പോകും, നമ്മുടെ പരിപാടി നീണ്ടുപോകും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുപോലെ വൻകുടൽ ക്യാൻസറിനെ തടുക്കാനുള്ള കഴിവ് ഈത്തപ്പഴത്തിനുണ്ട്. പിന്നെ ഈത്തപ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുപ്പില്ലാത്ത ഫുഡാണ്. അതുകൊണ്ട് തന്നെ രക്തഞരമ്പുകൾക്ക് മാത്രമല്ല, രക്തഞരമ്പുകൾക്ക് സംരക്ഷണം നൽകാനുള്ള കപ്പാസിറ്റിയും അതിനുണ്ട് എന്ന് മാത്രമല്ല, വിറ്റാമിൻ ബി കോംപ്ലക്സും അതിലകത്ത് അടങ്ങി. നമ്മളിപ്പോൾ എണ്ണിയല്ല വിറ്റാമിൻ ബി, അതും ഈത്തപ്പഴത്തിൽ അടങ്ങി.